ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പൊ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും ലഡുവൊക്കെ. ലഡു കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ലഡു എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ച് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ലഡുവാണ്. ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാടുമില്ല, വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലഡു തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ചെറിയ തരിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇത് കണ്ടോ, ഒരു റവയുടെ ഒക്കെ പോലെയുള്ള തരിതരിപ്പുള്ളതാണ്. അപ്പം ഇതുപോലെ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതല്ല വലിയ ടൈപ്പാണ് ഉള്ളതെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കാൻ എടുക്കുക. അപ്പൊ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഉപ്പ് കൂടണ്ട, നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സമയത്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ നുറുക്ക് ഗോതമ്പിനൊക്കെ ആ പാകത്തിനൊരു ഉപ്പ് പിടിച്ച് കിട്ടും. ഇപ്പൊ ഇവിടെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. അങ്ങനെ വെച്ച് ഒരു 2 മിനിറ്റ് ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് നുറുക്ക് ഗോതമ്പ് പാകത്തിന് വേവായി കിട്ടും. ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലപോലെ വെന്ത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പഞ്ചസാര പാനി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് വേണ്ട തേങ്ങ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഒരുപാടൊന്നും റോസ്റ്റ് ചെയ്യേണ്ട, തേങ്ങയിലുള്ള വെള്ളത്തിന്റെ അംശം ഒന്ന് വലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. അപ്പൊ തേങ്ങ ഒരു 3 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തേക്കുന്നതാണ്. ഇത്രയും മതി. ഇനി ഇത് നമുക്കങ്ങ് മാറ്റാം. ഇനി നമുക്ക് അടുത്തത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പൊ ഇവിടെ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 4 ഏലക്ക ചതച്ചതാണ് അതിട്ട് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പറ്റി അതൊരു 1 നൂൽ പാവ് പരുവം ആകുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ പഞ്ചസാര പാനി 1 നൂൽ പാവ് ആകാറായി വരുന്നുണ്ട്. അപ്പൊ ഈ സമയം നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം. ഇനിയിപ്പം യെല്ലോ കളർ ആണെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോ ഇവിടെ ഒരു ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ വളരെ കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് വേറൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഓഫ് ചെയ്യാം. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പൊ അത് നല്ലപോലെ ഡ്രൈ ആയി നമുക്ക് കിട്ടും. അതിനുശേഷം നല്ലപോലെ തട്ടിപ്പൊത്തി ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് വേണം നമുക്ക് ലഡു തയ്യാറാക്കി എടുക്കാൻ. അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് നട്ട്സ് വേണമെങ്കിൽ കുറച്ച് ചെറുതാക്കി നോക്കിയിട്ട് നെയ്ക്കകത്തൊന്ന് മുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതിന്റെ ഇടയിൽ ഇട്ട് ഇളക്കി എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇവിടെ കുട്ടികൾക്കൊന്നും നട്ട്സ് ചേർത്ത് കഴിയുമ്പോൾ അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നട്ട്സ് ഇടുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ചും കൂടിയും ചൂടൊക്കെ ഒന്ന് ആറി നല്ല പാകത്തിന് ഉരുട്ടിയെടുക്കാൻ പരുവത്തിലായി ഇരിപ്പുണ്ട്. അപ്പൊ ഇനി ഇതിന് നമുക്ക് കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പൊ ഉരുട്ടിയെടുക്കുന്ന കൂടെ ഇതുപോലെ ഓരോ കറുത്ത മുന്തിരിയും കൂടി നമുക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ലഡു വീതമായിട്ട് ഉരുട്ടി ഉരുട്ടി വെക്കാം. അങ്ങനെ ഇത് മുഴുവനും നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.